നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഇഡി. സാം പിത്രോദയും പേരും കുറ്റപത്രത്തിലുണ്ട്. ന്യൂഡൽഹി റാസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണലിസ്റ്റിന്റെ കോടികൾ വില വരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ എന്ന കമ്പനി തട്ടിയെടുത്തുവെന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് ഇഡി കേസെടുത്തത്. കള്ളപ്പണ വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇഡി കേസിൽ ചുമത്തിയിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡ്സിന്റെ 661 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഇഡി ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു 1938-ലാണ് പാർട്ടി മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത്. ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് പുതിയതായുണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു ആരോപണം. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ 2012-ൽ പരാതിയുമായി രംഗത്തെത്തിയത്. കോടിക്കണക്കിന് ഭൂസ്വത്തുള്ള AJL കമ്പനിയെ യങ് ഇന്ത്യ എന്ന പേരിൽ 2010 നവംബറിൽ തട്ടിപ്പ് കമ്പനിയുണ്ടാക്കി നെഹ്റു കുടുംബം തട്ടിയെടുത്തുവെന്നാണ് സ്വാമിയുടെ പരാതി. 1600 കോടി രൂപയിലേറെ മൂല്യമുള്ള ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസ് കമ്പനി നിയമങ്ങൾ ലംഘിച്ച് വെറും 50 ലക്ഷം രൂപയ്ക്ക് ഇവർ സ്വന്തമാക്കിയെന്നും സ്വാമി ആരോപിച്ചു. കമ്പനി രജിസ്ട്രാർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിരാഗാന്ധി, ഭർത്താവ് ഫിറോസ് ഗാന്ധി എന്നിവർക്ക് യങ് ഇന്ത്യ കമ്പനിയിൽ ഓഹരിയുണ്ട്. ഇവരുൾപ്പെടെ ഓഹരിയുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും ജീവിച്ചിരിപ്പില്ല. നാഷണൽ ഹെറാൾഡ്സിന്റെ ബാധ്യത തീർക്കാനായി 2011-ൽ AICC 90 കോടി രൂപ പലിശരഹിത വായ്പയായി അനുവദിച്ചതാണ് അടുത്ത ഘട്ടം. ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെന്നും കമ്പനികൾക്ക് വായ്പ നൽകാനുള്ള അനുവാദം രാഷ്ട്രീയ പാർട്ടിക്കില്ലെന്നും സ്വാമി ചൂണ്ടിക്കാണിച്ചിരുന്നു. സോണിയയുടെ വീടായ 10 ജൻപത്തിൽ കമ്പനി ഓഹരി ഉടമകളുടെ യോഗം ചേർന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്രം അനുവദിക്കുന്ന ഔദ്യോഗിക വസതി വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. 90 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അറിയിച്ച കമ്പനി 50 ലക്ഷം രൂപയ്ക്ക് ഹെറാൾഡ് ഹൗസ് വാങ്ങിയെന്നത് വിശ്വാസയോഗ്യമല്ലെന്നും ആരോപണങ്ങൾ ഉയർന്നു. 2008-ൽ AJL കമ്പനിയുടെ 38% ഓഹരികളുടെ ഉടമയായിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ഓഹരിയെക്കുറിച്ച് പറയുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പരാതിയിൽ പറഞ്ഞിരുന്നു. നാഷണൽ ഹെറാൾഡ് പത്രം 2008 ഏപ്രിലിലാണ് അച്ചടി നിർത്തിയത്. പത്രം പൂട്ടിയതിനു പിന്നാലെ കമ്പനിയിൽ 200ഓളം ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ ആനുകൂല്യം നൽകി. ജീവനക്കാരെ സംതൃപ്തിയോടെ പിരിച്ചയക്കണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 50 കോടിയിലധികം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യമാണ് മാനേജ്മെന്റ് നൽകിയത്.